വണ്ടി ഞാനെടുത്തു. ഇവിടുന്ന് ഞാനങ്ങ് തുടങ്ങാം. ചക്കി, ഞാനങ്ങ് പേടിച്ചു പോയി അച്ഛൻ. നമ്മുടെ അമ്മക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോന്ന്. ഏയ്, ഒന്നുമില്ലടാ, ഒന്നുമില്ല. എന്റെ ചക്കയുടെ അമ്മക്കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് വേറെ അറിവായിരുന്നു. പോലീസ് ഇനി ഇങ്ങനെ ഓരോ കഥകളും കാര്യമായിട്ട് വരും. അത് അവരുടെ ജോലിയുടെ ഭാഗമാ. അതിന് നമ്മളിങ്ങനെ പേടിക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിലും ദൈവം നമ്മളെ അങ്ങനെ അങ്ങ് ശിക്ഷിക്കൂ? അതിന് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ദൈവങ്ങൾ കൈവിടത്തില്ല മോളെ നമ്മളെ. ഇതൊരു പരീക്ഷണമാ, അങ്ങനെ കരുതിയാ മതി. എങ്ങനെയുണ്ട് ഇപ്പൊ ചക്കിക്ക്? ടെൻഷന്റെയാ. കല്യാണ ദിവസം വീട്ടിൽ വെച്ചുണ്ടായതുപോലെ ഫെയിന്റായി വീണതാ. ഡ്രിപ്പിട്ടു. പൾസൊക്കെ വീക്കാ. 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല വിപിച്ചേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം. തൽക്കാലം പറയുന്നത് കേക്ക് ചക്കി. അതെ, പറയുന്നത് ഡോക്ടർ വിപിനാ. പേഷ്യന്റ് അനുസരിച്ചേ മതിയാവൂ. ഭക്ഷണമോ കഴിക്കുന്നില്ല. ഉള്ളിലൊരു കുരുന്ന് ജീവനുള്ള കാര്യം അനു മറക്കരുത്. മോളെ ചക്കരേ,
മിണ്ടരുത്. മിണ്ടിയ ഞവടിക്കളയുന്നതിനെ ഞാൻ മോളെ. ഇനി നിനക്ക് തീരുമാനിക്കാം, ഒച്ച വെച്ച ആളെ കൂട്ടണോ അതോ മിണ്ടാതെ ഞാൻ പറയുന്നത് കേക്കണോന്ന്. ഇവിടെ നീ ഒച്ച വെച്ച നിന്റെ അമ്മക്കുട്ടിയുടെ ശബ്ദം എന്നേക്കുമായി അവിടെ തീരും. ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിയ 150 രൂപയുടെ സാരിയില് അമ്മക്കുട്ടി തൂങ്ങി നിൽക്കുന്നത് നിനക്ക് കാണാം. കാണണോ അത് അമ്മക്കുട്ടിയുടെ ചക്കിക്ക്? മിണ്ടാതെ അനങ്ങാതെ ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടോണം. കേട്ടേ? ഞാനങ്ങ് ചത്ത് മേലോട്ട് പോയെന്ന് കരുതി നീ അല്ലേ? മരണം ഇല്ലടി പ്രവീണിന്. കാലൻ പോത്തിന്റെ പുറത്തു വന്ന ആ പോത്തിന് വില പറയും ഞാൻ. അതാണ് പ്രവീൺ. പ്രവീൺ പരമേശ്വരൻ. അമ്മക്കുട്ടി അമ്മക്കുട്ടി അമ്മക്കുട്ടി. നിന്റെ അമ്മക്കുട്ടിയെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂവനു. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഡീല് നമ്മൾ തമ്മിൽ മാത്രം. തൽക്കാലം ഞാൻ പോവാ. പക്ഷേ നിന്റെ നിഴൽ വീഴുന്നിടത്ത് ഞാനുണ്ടാവും. പല വേഷത്തിൽ പല രൂപത്തിൽ. എങ്കിൽ പിന്നെ പോട്ടെ മോളെ. വയറ്റി കിടക്കുന്ന കുഞ്ഞിനോട് പ്രവീൺ അച്ഛന്റെ അന്വേഷണം പറഞ്ഞേക്ക്. സംഗീതയോട് എനിക്ക് ചിലത് പറയാനുണ്ട്. അതുവരെ തലമൂടുന്ന ഒരു ജാക്കറ്റ് വിട്ട് വന്ന് അനുവിനെ ഭീഷണിപ്പെടുത്തി കൂളായിട്ടങ്ങ് തിരിച്ചു പോവാന്ന് കരുതിയല്ലേ? പറയും, എവിടെയുണ്ട് അനുവിന്റെ അമ്മ സംഗീത? പറയാൻ. പറഞ്ഞില്ലെങ്കിലോ? പറയാതെ നീ ഇവിടുന്ന് പോവില്ല. നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ പോവും. എന്താണ് ഒരു കൊഞ്ച്? ഇന്ന് ഭയങ്കര സ്നേഹത്തിലാണല്ലോ കാണാൻ. അല്ലെങ്കിൽ എനിക്ക് നിന്നോടൊട്ടും പ്രണയമില്ല അല്ലേ? പിണങ്ങാതെ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. എനിക്കറിയാൻ പൊന്നു. ആ, നിന്നോട് എനിക്കൊരു വിശേഷം പറയാനുണ്ട്. എനിക്ക് നാട്ടുകാരോടൊരു വിശേഷം പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാ എന്റെ സങ്കടം. അപ്പച്ചിയും ചിറ്റയൊക്കെ ചോദിച്ചു തുടങ്ങി വിശേഷമൊന്നും ആയില്ലേന്ന്. തുടങ്ങി. എന്ത് നല്ല കാര്യം പറഞ്ഞു വന്നാലും ഉടനെ തുടങ്ങും കുഞ്ഞ് കൊച്ചു പ്രാരാബ്ദം എന്ന് പറഞ്ഞു. ചിറ്റ അത് പറഞ്ഞു, അപ്പച്ചി അത് പറഞ്ഞു. ഞാൻ പിന്നെ ആരോടെ പറയേണ്ടത്?
എനിക്കും ആഗ്രഹമില്ലേ? ഓ, നിന്റെ മുറച്ചിറക്കന്റെ ഭാര്യ മറ്റേ അനു ഗർഭിണിയായോണ്ടായിരിക്കും ഈ വിഷമം അല്ലേ? കുതിരപ്പന്തി വീട്ടിൽ കല്യാണം നടന്നതിന്റെ അന്ന് തന്നെ നിന്റെ കല്യാണം നടന്ന പോലെ അവിടെയും കുഞ്ഞിക്കാല് കാണുമ്പോ ഇവിടെയും കാണണമെന്ന് വല്ല വാശിയുണ്ടോ നിനക്ക്? പ്രതാപേട്ടൻ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. ഒരു കുഞ്ഞെന്ന ആഗ്രഹം ഞാൻ നിങ്ങളോടല്ലാതെ ആരോട് പറയാ? നാട്ടുകാരോട് പോയി പറയാൻ പറ്റുമോ? എടീ, സന്തോഷത്തോടുകൂടി പുതിയ ബിസിനസിന്റെ കാര്യം പറയാൻ വന്നതാ. അന്നേരമാ മനുഷ്യന്റെ സകല മൂടും കളഞ്ഞു. ശവം. എന്റെ മോഹം ഞാൻ നടത്തിയിരിക്കും. ഇല്ലെങ്കിൽ പച്ചക്ക് കൊളുത്തും ഞാൻ ഓരോന്നിനെ. ഇന്ന് പകൽ അവളെ ഞാൻ കണ്ടിരുന്നു, നിങ്ങളുടെ ചക്കിയെ. അമ്മക്കുട്ടി എന്റെ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞു. എന്റെ ആവശ്യവും ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. എന്നെ അനുസരിക്കണമെന്ന്. അവൾ ഒരിക്കലും നിന്നെ അനുസരിക്കില്ലടാ. അവളുടെ അമ്മക്കുട്ടിയുടെ ജീവൻ അവൾക്ക് വലുതാണെങ്കിൽ അവൾ അനുസരിക്കും. ഇതിനൊക്കെ നീ അനുഭവിക്കും. ഈ നാട്ടില് നീതിയും നിയമവും ഉണ്ടടാ. അച്ചോ, അവർ രണ്ട് ചത്തുപോയി. വെടിക്കെട്ടുകാരന്റെ മുയലിന്റെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കാതെ അമ്മച്ചി തൽക്കാലം പോയി കിടന്ന് ഉറങ്ങ്. ഞാനും ഒന്ന് കണ്ണടക്കട്ടെ. ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതാ. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. പോയി കിടന്ന് ഉറങ്ങ അമ്മച്ചി. ഇത്തിരി കഞ്ഞി എടുക്കട്ടെ മാണിക്ക? ഇപ്പൊ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചതാ. അച്ഛൻ വിളിച്ചോ? ആ, അച്ഛൻ വിളിച്ചു. ശങ്കരമംഗലത്തുണ്ട്. പേടിക്കണ്ട, അവിടെ അച്ഛൻ ഒറ്റയ്ക്കല്ല, മാനേജർ ആന്റണി കൂട്ടിനുണ്ട്. കഴിക്കണ്ടേ വല്ലതും? നമ്മുടെ കുഞ്ഞുണ്ണിക്ക് വിശക്കും. ഇപ്പൊ വേണ്ട വിപിച്ചേട്ടാ. എന്താ അനുക്കുട്ടി ഇത്? ഞാൻ കഴിച്ചോളാം വിപിച്ചേട്ടാ, ഇത്തിരി കഴിഞ്ഞു. ഞാനെന്നാ കാഷ്വാലിറ്റി വരെ ഒന്ന് പോയിട്ട് വരാം. പോവല്ലേ വിപിച്ചേട്ടാ, പോവല്ലേ. എന്താ ചക്കി? എനിക്ക് പേടിയാ വിപിച്ചേട്ടാ, എനിക്ക് പേടിയാ. എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ വിപിച്ചേട്ടാ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഞാനുള്ളപ്പോ എന്റെ ചക്കി ആരെ പേടിക്കാനാ? പകലൊക്കെ ഞാൻ ചോദിക്കണമെന്ന് ഓർത്തതാ. എന്തോ പേടി തട്ടിയതുപോലെയാ ചക്കിയുടെ മുഖം. അമ്മുക്കുട്ടിയെ ഓർത്തുള്ള സങ്കടത്തിനപ്പുറം മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ല, ഒന്നുമില്ല. വിപിൻ ചേട്ടൻ എന്റെ അടുത്ത് എങ്ങും പോവാതിരുന്നാ മതി. ഞാനുണ്ട് കൂടെ എന്നും. അനുവിനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. നേരെ ശങ്കരമംഗലത്തേക്ക് പോകുന്ന വിപിൻ ഡോക്ടർ പറഞ്ഞത്. പിന്നെ കുതിരപ്പന്തിയിലേക്ക് പോകും. അവൾ എവിടെയോ അവിടെ ഞാൻ അവൾക്കുള്ള മരുന്ന് നിറയ്ക്കും. അനുക്കുട്ടിയുടെ സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ അവള് മാത്രം അറിഞ്ഞ് ഞാൻ വന്നു പോകുന്നത് ഓർക്കുമ്പോ തന്നെ ഒരു ലഹരിയാ. ലഹരിയൊക്കെ ആസ്വദിച്ചോ, പക്ഷേ വളരെ വളരെ സൂക്ഷിച്ചു. ഈ ഒരു അവസരം മാത്രം എനിക്ക് നിനക്ക് മുൻപിലുള്ളതെന്ന് ഓർക്കണം. അറിയാം. പാമ്പു ഏണിയും കളിയിൽ 99 വെച്ച് പാമ്പ് വിഴുങ്ങിയവനാ ഞാൻ. 0 നിന്നും ചാരത്തിൽ നിന്നും ചിറക് കുടഞ്ഞ് നിവർന്നത് പറക്കാൻ വേണ്ടി തന്നെയാ. പിന്നെ ഡോക്ടർ അവളോട് കുറച്ച് സ്നേഹമൊക്കെ കാണിച്ചേക്ക്. കുറച്ച് അനുകമ്പയും സഹതാപവും കരുതലും ഒക്കെ സമാസമം ചേർത്ത് വാരി അങ്ങ് വെതറിയേക്കണം. എങ്കിലേ അവളെ എന്റെ മുമ്പിൽ കിട്ടൂ. അതെങ്ങനെ വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് അപകടമല്ലേ?
അല്ല, നമ്മൾക്കിടയിൽ ഒരു ധാരണ ഉണ്ടെന്ന് അവൾ അറിഞ്ഞാ? ഒന്നും സംഭവിക്കില്ല. ഇനി അങ്ങോട്ട് അതാണ് വേണ്ടത്. പൊളിച്ചേർത്തേ, ട്രാക്ക് മാറ്റ്. ഡോക്ടർ ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എന്താ അജയ? ആൻമേരി ഡോക്ടർ നീലിമ ഡോക്ടറെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അല്ല, ഞാനിവിടെ ഉണ്ടെന്ന് അജയൻ എങ്ങനെയാ അറിഞ്ഞത്? ആംബുലൻസിന്റെ ലോക്ക് ഷീറ്റ് എടുക്കാൻ ചെന്നപ്പോ ഫാർമസിയിലെ രജിതയാ പറഞ്ഞത് ഡോക്ടർ ഈ വഴിക്ക് കയറിപ്പോന്ന് കണ്ടുവന്നു. മച്ചി കണ്ടിട്ടുണ്ടാവും. ആ, അജയൻ ചെല്ല്. മേരി ഡോക്ടറോട് ഞാനിപ്പോ വരാന്ന് പറയും. ശരി. അജയ, എന്റെ കസിനെ കണ്ട കാര്യം മേരി ഡോക്ടറോട് പറയാൻ നിൽക്കണ്ട. വേറൊന്നും ഉണ്ടായിട്ടല്ല, ആരാ ഏതാ എന്താന്നൊക്കെ വിസ്തരിക്കേണ്ടി വരും, അതാ. അനു, എന്റെ അമ്മക്കുട്ടിയെ കൊല്ലല്ലേ, എന്റെ അമ്മക്കുട്ടിയെ കൊല്ലരുതെന്ന് പറ വിപിൻ ചേട്ടാ, പറ. ആരോട് പറയാൻ? നീ കണ്ടതെന്തോ ദുസ്വപ്നമാ. ഇത് കുടിക്ക. ഭയവാ നിന്റെ യഥാർത്ഥ പ്രശ്നം. വെറുതെ ഓരോന്നിങ്ങനെ ചിന്തിച്ചു കൂട്ടും. ഞാൻ അറിയാത്ത എന്തെങ്കിലും ഭയം നിന്റെ മനസ്സിലുണ്ടോ? എന്റെ അനു, ഇത്തിരി കഷ്ടമാണ് നിന്റെ കാര്യം. വെള്ളം വേണോ ഇനി? വേണ്ട, മതി. അവളുടെ അമ്മയുടെ ഒരു കാര്യമാ. എനിക്കൊരു അനോണിമസ് കോള് വന്നു എന്നൊക്കെയാ പറഞ്ഞത്. കഷ്ടിച്ച് 18 വയസ്സ് തികഞ്ഞൊരു പൊട്ടി പെണ്ണല്ലേ. അവള് വരും, എനിക്ക് ഉറപ്പാ. ഞാൻ പറയുന്ന സ്ഥലത്ത് ആ സമയം നീ എത്തിയാ മതി, കേട്ടോ? അതെത്തും. അല്ലെങ്കിൽ തന്നെ ഒളിയുദ്ധം ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. എന്നുവെച്ചാ ഇനി യുദ്ധം പകൽവെട്ടത്ത്. അത് അപകടമല്ലേ? നീ പുറത്തു വന്നാ എന്ത് അപകടം? ആർക്കാണ് അപകടം? അപകടം എന്റെ ശത്രുക്കൾക്ക്. എന്തു പറ്റി? ശൗര്യമൊക്കെ തീർന്നോ? രക്ഷപ്പെടാനുള്ള വഴിയെന്തെങ്കിലും കിട്ടിയോ? ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോയാലും നിന്റെ ലക്ഷ്യം നടക്കത്തില്ല. ആഹാ, ഞാൻ നടത്തിയെടുത്തോളാം. ദേ, ഇതിൽ കുറച്ച് ഡ്രസ്സുകളുണ്ട്. ബന്ദി നാടകം നീണ്ടുപോയാ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്തി നിങ്ങളെ രക്ഷിക്കാൻ ഇവിടേക്കാരെങ്കിലും വരുമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. പ്രവീണിന്റെ രാവണകോട്ടക്കകത്തേക്ക് ഒരു രാമനും വരില്ല. ദൈവം ഉണ്ടടാ, ദൈവം എനിക്കൊരു വഴി കാണിച്ചു തരും. അതൊക്കെ ഒരു വിശ്വാസമല്ലേ എന്റെ അമ്മായിയമ്മ കുട്ടി? ആ പിന്നെ, നിങ്ങളുടെ മകളെ ഞാൻ അടുത്ത ദിവസം തന്നെ കാണും. നോക്ക്, എന്റെ ചക്കി ഒന്നും ചെയ്യരുത്. നീ എന്നെ വേണമെങ്കിൽ കൊന്നു. എന്റെ ചക്കിയെ ഞാൻ എന്തെങ്കിലും ചെയ്യൂ? എന്റെ ഭാര്യയാകാൻ പോകുന്നവളല്ലേ അവള്. ഒരു തവണ അവളെ തീർക്കണമെന്ന് കരുതി വണ്ടി കൊണ്ട് നൈസായിട്ട് ഒന്ന് എഡ്ജ് ചെയ്തതാ ഞാൻ.
പക്ഷെ അവള് ചത്തോ? അതുമില്ല. അവളാണെങ്കിൽ ചോര എന്ന ഡോക്ടറെ കയറി പ്രേമിച്ച് കെട്ടുകയും ചെയ്തു. നീയായിരുന്നു അത് ചെയ്തത് അല്ലടാ? ആ ആണെന്നേ, ചുമ്മാ ഒരു രസത്തിന്. നേരത്തെ പറയാൻ വിട്ടുപോയി, സോറി കേട്ടോ. ഞാനിപ്പോ അവളെ കാണാൻ പോകുന്നതേ അവൾക്കൊരു ഡെഡ് ലൈൻ കൊടുക്കാനാ. എന്നാലേ കാര്യങ്ങൾക്കൊരു ചൂടും സ്പീഡും വരും. പിന്നെ ഇവിടെ എന്തെങ്കിലും വെളച്ചിലെടുത്ത അതിനുള്ള പിഴ കൊടുക്കേണ്ടി വരുന്നത് അമ്മക്കുട്ടിയുടെ ചക്കിയായിരിക്കും. ഓർത്തോണം. ഞാൻ എന്ത് ചെയ്യും? പോയി ചത്താലോന്ന് ആലോചിക്കാൻ ഞാൻ. ശ്ശേ, മണ്ടത്തരം പറയാതെ. അനുചത്ത അമ്മയെ തിരിച്ചു കിട്ടോ? ഞാൻ പിന്നെ എന്ത് ചെയ്യും? ബുദ്ധിപരമായി നീങ്ങണം. അത് പറയാനാ ഞാനിപ്പോ വിളിപ്പിച്ചത്. ചേച്ചി പറയൂ. ആദ്യം എനിക്ക് ഒരു അനോണിമസ് കോള് വന്നു. അതിലൂടെയാ അനുവിന്റെ അമ്മക്കുട്ടിയുടെ കാര്യം ഞാൻ അറിയുന്നത്. അന്നേരം ഞാൻ വിശ്വസിച്ചില്ല. പിന്നീട് പ്രവീൺ അവന്റെ സുഹൃത്തിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. ഒരു കാര്യം അനുവിനെ അറിയിക്കാൻ പറഞ്ഞു. എന്താ എന്താ ചേച്ചി? പ്രവീണിന് അനുവിനെ ഒറ്റയ്ക്കൊന്ന് കാണണോന്ന്. അയ്യോ, അത് നടക്കില്ല ചേച്ചി. അനു, ഞാനൊന്ന് പറയട്ടെ. ആവശ്യം നമ്മുടേതാ. ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്കോ ഫ്ലാറ്റിലേക്കോ ഒന്നും അല്ല അവൻ വിളിക്കുന്നേ. പുറത്തെവിടെയെങ്കിലും വെച്ചൊന്ന് സംസാരിക്കാൻ. ഞാൻ അവന്റെ കൂടെ ചെല്ലണമെന്നൊക്കെയാ അന്ന് അവൻ പറഞ്ഞത്. അതൊന്നും നടപ്പുള്ള കാര്യമല്ലല്ലോ. വിപിൻ ചേട്ടനെ വിട്ടാനുകുട്ടിക്ക് പോവാൻ കഴിയൂ? തൽക്കാലം അവനോട് തന്ത്രപരമായി സംസാരിച്ച് നിന്റെ അമ്മയെ രക്ഷിക്കാൻ നോക്ക്. വിപിൻ ചേട്ടൻ അറിയാതെ എങ്ങനെയാ ചേച്ചി ഞാൻ? എന്റെ അനു, അതിന് നീ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. നിന്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം. ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധി ഉപയോഗിച്ച് കളിക്കണം ഇവിടെ. സിംഹത്തെ പൊട്ടക്കിണറ്റിൽ ചാടിച്ച മുയലിന്റെ കഥ കേട്ടിട്ടില്ലേ നീ? അങ്ങനെ വീഴ്ത്തണം പ്രവീണിനെ. ചേച്ചി, ഞാൻ എങ്ങനെ? തൽക്കാലം അതിരി കടന്ന് ചിന്തിക്കണ്ട. നിന്റെ അമ്മക്കുട്ടിയുടെ മുഖം മാത്രം നിന്റെ മനസ്സിൽ മതി. അല്ലാതെ ഇക്കാര്യം പോലീസിൽ പറഞ്ഞിട്ടൊന്നും ഫലമില്ല. ജസ്റ്റിസ് പരമേശ്വരന്റെ പിടിപാടറിയാലോ. പിന്നെ ഒരു മെസ്സഞ്ചർ മുഖേന പ്രവീണിനെ വിളിച്ചേക്കും. ഇവിടെ വെച്ച് നിനക്കവനെ കാണാമെന്ന് അവൻ പറയും. ബുദ്ധിപരമായി സംസാരിച്ച് നിന്റെ അമ്മയെ രക്ഷിക്കാൻ നോക്ക്. അവനെ പ്രവോക്ക് ചെയ്യാൻ നിന്ന അത് അപകടമാ. ഈശ്വര, എന്റെ വിപിൻ ചേട്ടൻ അറിയാതെ ഞാൻ അവനെ കാണുക എന്നൊക്കെ വെച്ചോ? നീ പറഞ്ഞ സാധനം എന്തിനാടാ ഇത്? ആവശ്യമുണ്ട്. അനുക്കുട്ടിക്ക് ഞാൻ കൊടുക്കുന്ന ടാസ്കുകൾ ഇന്ന് തുടങ്ങാൻ പോവാ. പാവം 18-കാരി ഗർഭിണി. ദേ, ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞേക്കാം. കരച്ചിലും പിഴിച്ചിലും കണ്ണീരും ഒക്കെ ഉണ്ടെങ്കിലും അവളൊരു തീക്കുടുക്കയാ. അനുവിനെ സൂക്ഷിക്കണം നീ. അറിയാം. അവള് വരട്ടെ. അവളുടെ അഹങ്കാരത്തിന്റെ അവശേഷിക്കുന്ന കൊമ്പ് ഓടിച്ചേ ഞാൻ വിടും. എന്നാ ഞാൻ പോയേക്കാം. നമ്മളെ ഒന്നിച്ചവള് കാണരുത്, അതാ. മനസ്സിലായി? സൈമൾട്ടേനിയസ്ലി ഡോക്ടറുടെ പണി നടത്തിക്കോ. നിങ്ങൾക്ക് വേണ്ടത് വിപിന്, എനിക്ക് വേണ്ടത് അനുവിന്. കണക്കുകളുടെ കഥ തീരുമ്പോ അവളുടെ അമ്മക്കുട്ടിയെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്നാ നീ പകൽവെട്ടത്തിൽ പൊങ്ങുന്നത്? ഏറ്റവും അടുത്ത ദിവസം കൈലാസത്തിന്റെ നെറുകയിൽ വീഴുന്ന ഇടുത്തിയായിട്ട് ഞാനങ്ങ് ചെല്ലും. ദിവ്യപ്രഭയുടെ കാര്യം ഓർക്കുമ്പോഴാ രസം. അനിയൻ മോതിരം ഇട്ടു, ചേട്ടൻ താലി കെട്ടി. നിനക്ക് നഷ്ടബോധം ഉണ്ടോടാ പ്രവീണെ? അവളെ കൈവിട്ടു പോയതിലില്ല.
എന്റെ ഞരമ്പിൽ തീ പടർത്തിയ പെണ്ണ അനുവ. പക്ഷേ ദിവ്യപ്രഭയിലൂടെ എന്റെ അക്കൗണ്ടിലേക്ക് വരേണ്ടിയിരുന്ന കോടികൾ എന്റെ ചേട്ടൻ, എന്റെ ശത്രു, അവൻ അനുഭവിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഞാനൊന്ന് ചെല്ലട്ടെ. കൈലാസം നിന്ന് കത്തുന്നത് ഞാൻ കാണിച്ചു തരാം. കൊടും മഞ്ഞിലും തീ പടർത്തുന്ന മരണക്കളി. അവളാ അനു. ആ അനുക്കുട്ടി, ഇപ്പൊ ചെല്ലുവന്നോ? ഒന്നും പേടിക്കണ്ട. പട്ടാ പകല് പബ്ലിക്കായിട്ട് അവൻ നിന്നെ എന്ത് ചെയ്യാനാ? ധൈര്യമായിട്ട് ചെല്ല്. ആ പിന്നെ എന്തെങ്കിലും ടെൻഷൻ വന്നാ എന്നെ വിളിക്കണേ. ആ ശരി. ഓടാ നായേ, എന്റെ അച്ഛനോ വിപിൻ ചേട്ടനോ വാങ്ങിത്തരുന്നതല്ലാതെ ഒന്നും എനിക്ക് വേണ്ട. അതൊക്കെ പണ്ട്. ഇപ്പോ നീ ഇത് വാങ്ങിക്കും, വീട്ടിൽ പോയി ഇടും, എനിക്ക് പടവും അയക്കും. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നിന്റെ അമ്മയെ ഞാൻ പടവാക്കി കോടി പുതപ്പിക്കും. പിടിക്കണേ, പിടിക്കണേ. മിടുക്കി. ഞാൻ തരുന്ന ഏതൊരു ടാസ്കും അത് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലുന്നത് ഉൾപ്പെടെ നീ അനുസരിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ നിന്റെ അമ്മക്കുട്ടിയുടെ തല പോകുന്ന വഴി അറിയില്ല. എന്നാ പിന്നെ ചക്കരക്കുട്ടിയുടെ പ്രവീൺ ചേട്ടൻ അങ്ങ് പോയേക്കുവാ. എന്റെ അമ്മക്കുട്ടിയെ അവിടെ തനിച്ച നമ്മൾ തമ്മിൽ കണ്ട കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ പറഞ്ഞതൊന്നും മറക്കണ്ട. ചുരിദാറിന്റെ ടോപ്പ്, ടോപ്പിട്ട സുന്ദരി, സുന്ദരിയുടെ സെൽഫി. എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കരുതലൊന്നും വേണ്ട. കരുതണമല്ലോ, അങ്ങനെ പറഞ്ഞാണല്ലോ നമ്മൾ പിരിഞ്ഞത്. നിങ്ങളുടെ കാല് പിടിച്ച് പറയുക, എന്നെ കാണാനൊന്നും വിളിക്കരുത്. ഞാൻ വരില്ല. എനിക്ക് എന്റെ വിപിൻ ചേട്ടനിൽ നിന്നൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. എങ്കിൽ പിന്നെ നീ അവനോട് പറഞ്ഞിട്ട് പാടി, ധൈര്യം ഉണ്ടെങ്കിൽ. വരുമ്പോ നിന്റെ ബാഗും പൊത്തമൊക്കെ എടുത്തോ. നിന്നെ ഏതെങ്കിലും കോളേജിൽ ചേർത്ത് ഞാനങ്ങ് പഠിപ്പിക്കാം, എന്റെ കൂടെ ജീവിക്കാം. ഇത് തന്നെയാണല്ലോ കുറച്ചു മുമ്പേ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ കളിക്കുന്ന അങ്ങേയറ്റത്തെ കളിയാ. ഇവിടെ കൂടെ തോറ്റു പോയി കഴിഞ്ഞാ പിന്നെ പ്രവീൺ പരമേശ്വരൻ എന്നൊരാളില്ല. അതുകൊണ്ട് തന്നെ നിനക്കെന്നെ അനുസരിക്കാതെ തരവില്ല. ആ പിന്നെ നിന്നെ ഇനി എങ്ങോട്ടും വിളിച്ചു വരുത്തരുതെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ടാസ്കിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുക. ഞാനേ കുതിരപ്പന്തിയിലേക്ക് വരാം. തമാശ പറഞ്ഞല്ല, ഇന്ന് രാത്രി ഞാൻ അവിടെ എത്തും. കുതിരപ്പന്തി വീട്ടിൽ വന്ന് ഞാൻ നിന്നെ കാണും. ഇല്ല, ഇല്ല, അതൊന്നും നടക്കില്ല. നടക്കും. ഒരു മനുഷ്യനും അറിയാതെ, ഒരു കാലടി ഒച്ച പോലും കേൾപ്പിക്കാതെ നീ എന്റെ മുമ്പിൽ വന്ന് നിൽക്കും. വീടിന് പുറത്തു വെച്ചോ അകത്തു വെച്ചോ, അതൊക്കെ നിന്റെ ഇഷ്ടം. ഒരു മിനിറ്റ്,
ഒരേ ഒരു മിനിറ്റ്, ചുമ്മാ നിന്നെ ഒന്ന് കാണാൻ. ചിലപ്പോ എനിക്കൊരു മനസ്സിലൊക്കെ തോന്നിയാ നിന്റെ അമ്മക്കുട്ടിയെ കൂടി ഞാനങ്ങ് കൊണ്ടുവരും. അങ്ങനെ ഒരു ദയ നിങ്ങൾ എന്നോട് കാണിച്ച നിങ്ങളെ ദൈവം രക്ഷിക്കും. ഓ ഓ ഓ ഓ അതൊന്നും വേണ്ട. എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം. പറ്റിയ നിന്റെ അമ്മക്കുട്ടിയെ കൊണ്ടായിരിക്കും ഞാൻ വരുന്നത്. കത്തിയിടിയും നീയും ഇതുപോലൊരു ദിവസം. ഡാൻസ് ചേച്ചി പോയോ?